ഹായ്. നമ്മുടെ വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണിത്. നമ്മൾ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ആയിരിക്കും കുട്ടി ഓടി വന്ന് നമ്മുടെ വലിയ ചെരുപ്പിലോ ഷൂയിലോ കാലിട്ട് നടക്കാൻ ശ്രമിക്കുന്നത്. അതൊന്ന് പൊക്കി വെക്കാൻ പോലും അവർക്ക് കഴിയില്ല. എങ്കിലും ആ വലിയ ചെരുപ്പും വലിച്ചിഴച്ച് അവർ വീടിനുള്ളിൽ ഒരു നടത്തമുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും. ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും, വീഴും കേട്ടോ, അത് ഊരി വെക്ക്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്? ഇതൊരു വെറും കുസൃതിയല്ല. ഇതിന് പിന്നിൽ ചില ഗൗരവകരമായ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ കാരണങ്ങളുണ്ട്. ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്ക്. കുട്ടികൾ വലിയ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും 4 രഹസ്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാരണം ഇമിറ്റേഷൻ അഥവാ അനുകരണമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോകൾ അവരുടെ അച്ഛനും അമ്മയുമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അതുപോലെ ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യവുമായിരിക്കും. അച്ഛൻ ഷൂ ഇട്ട് ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്കും അച്ഛനെ പോലെ വലുതാകണം എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകും. അച്ഛൻ്റെ ചെരുപ്പിടുന്നത് അവർ അച്ഛനെ പോലെ പവർഫുൾ ആകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ്. രണ്ടാമത്തെ കാരണം പ്രിറ്റൻഡ് പ്ലേ. 2 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ കാര്യങ്ങളെ പ്രതീകാത്മകമായി കാണാൻ പഠിക്കും. ആ വലിയ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് വെറും ഒരു കുട്ടിയല്ല, അവർ ഓഫീസിൽ പോകുന്ന അച്ഛനാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയാണ്. അവരുടെ ഭാവനാശേഷി വികസിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത്. മൂന്നാമത്തെ കാരണം പ്രോപ്രിയോസെപ്ഷൻ. ഇനി ഇതിലെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും എവിടെയാണ് ഇരിക്കുന്നത്, അത് എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് തലച്ചോറിന് ലഭിക്കുന്ന ആന്തരിക ബോധ്യമാണിത്. കുട്ടികൾ വലിയ ചെരുപ്പിടുമ്പോൾ അവരുടെ സാധാരണ ബാലൻസ് തെറ്റുകയാണ്. ആ വലിയ ചെരുപ്പ് വലിച്ചിഴച്ച് നടക്കുമ്പോൾ അവരുടെ സന്ധികളും മസിലുകളിലും കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടും. എൻ്റെ കാൽ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെ നടന്നാലാണ് എനിക്ക് വീഴാതിരിക്കാൻ പറ്റുക എന്നൊക്കെ അവരുടെ തലച്ചോർ അപ്പോൾ കഠിനമായി ചിന്തിക്കുന്നു. അതായത് ഈ കളിയിലൂടെ അവർ ശരീരത്തിൻ്റെ ബാലൻസിങ് പവർഫുൾ ആക്കുകയാണ്. അവർക്കതൊരു വലിയ ചാലഞ്ചും അതേസമയം രസവുമാണ്. നാലാമത്തെ കാരണം സെൻസറി എക്സ്പ്ലോറേഷൻ. വലിയ ചെരുപ്പിടുമ്പോൾ തറയിൽ തട്ടുമ്പോൾ കിട്ടുന്ന ക്ലാക്ക് ക്ലാക്ക് ശബ്ദവും അതിൻ്റെ ഭാരവും അത് ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ഫീലുമാണ് അവരെ ആകർഷിക്കുന്നത്. പുതിയ ശബ്ദങ്ങളും അനുഭവങ്ങളും പരീക്ഷിക്കാൻ കുട്ടികൾക്ക് എപ്പോഴും വലിയ താല്പര്യവുമാണ്. ആ വലിയ ചെരുപ്പിൻ്റെ കടുപ്പവും ശബ്ദവും അവർക്ക് പുതിയൊരു അറിവ് കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ വലിയ ചെരുപ്പിട്ട് നടക്കുന്നത് കണ്ടാൽ ഉടനെ ഓടിച്ചെന്ന് വഴക്ക് പറയരുത്. അത് വീഴാൻ സാധ്യതയുള്ള സ്ഥലമല്ലെങ്കിൽ അവർ ആ ചെരുപ്പിട്ട് നടക്കട്ടെ. അവർ നടന്ന് നടന്ന് ജീവിതം പഠിക്കട്ടെ. അവരുടെ ഓരോ ചുവടും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വലിയ ഷൂവോ ഹീൽസോ ഇട്ട് നടക്കുമ്പോൾ അവർ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം അവരുടെ കുഞ്ഞിക്കാലുകൾക്ക് വലിച്ച് നടക്കാൻ പാകത്തിനുള്ള കനം കുറഞ്ഞ ഹവായി പോലുള്ള ചെരുപ്പുകൾ നമുക്ക് വാങ്ങി നൽകാം. ഭാരമില്ലാത്ത ഇത്തരം ചെരുപ്പുകൾ അവർക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു അനുഭവം നൽകും. കൂടാതെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, കുട്ടികൾ നിങ്ങളുടെ ചെരുപ്പിടാൻ വരുന്നത് അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടുകൂടിയാണ്. സുരക്ഷിതമായ സാഹചര്യത്തിൽ അവരെ പരീക്ഷിക്കാനും സ്നേഹിക്കുവാനും അനുവദിക്കുക. നിങ്ങളുടെ കുട്ടി ആരുടെ ചെരുപ്പിടാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്? നിങ്ങളുടെയോ അതോ അച്ഛൻ്റെയോ അമ്മയുടെയോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.